ശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കുരിശിനാൽ ഞങ്ങളെ രക്ഷിച്ച കാരുണ്യവാനായ കർത്താവേ, നിൻ്റെ അനന്ത കൃപയും കാരുണ്യവും സ്നേഹവും അനുഭവിച്ചറിയുവാൻ നൽകിയ ഈ നോൻപുകാലത്തിൽ 5-ാം ദിവസത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ ഇന്ന് ഞങ്ങളെ പ്രത്യേകമായി അങ്ങ് ഓർമ്മിപ്പിക്കുന്ന ദുർഭാഷണം, ദുർനടപ്പ്, ദുരാരോപണങ്ങൾ നിർത്തിക്കൊണ്ട് സ്നേഹത്തിൻ്റെ നിറവിലേക്ക് കടന്നു വരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും വിളിക്കുന്നു. മറ്റുള്ളവരെക്കെതിരെ ദുരാരോപണം നടത്തി ദുർഭാഷണം നടത്തിക്കൊണ്ട് നീ മുന്നോട്ട് പോയാൽ ദൈവത്തിൻ്റെ കൃപ നിനക്ക് ലഭിക്കുക അസാധ്യമാണെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ആരോഗ്യവാന്മാർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യമെന്ന് ഞങ്ങളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് ചുങ്കക്കാരോടും പാപികളോടും ഭക്ഷണം കഴിച്ച കർത്താവിനെ വിമർശിക്കുന്ന ഫരിസേഗണത്തെയാണ് കാണുക. മറ്റുള്ളവരിൽ തെറ്റ് കണ്ടെത്താനായിട്ട് എളുപ്പമാണ്, അവരുടെ നന്മ കണ്ടെത്തുന്നതിനേക്കാളുപരിയായി എന്തുകൊണ്ട് അവരങ്ങനെ ചെയ്തു എന്നും സാഹചര്യം എന്താണെന്നും പലപ്പോഴും നമ്മൾ ഓർക്കാറില്ല. പലപ്പോഴും അവരുള്ള തെറ്റ് കണ്ടെത്തിക്കൊണ്ട് നമ്മൾ അവരെ വിമർശിക്കാനും ഇല്ലാതാക്കാനുമാണ് പരിശ്രമിക്കുന്നത്. എന്നാൽ കർത്താവ് ഈ നോൻപുകാലത്തെ ഇന്നത്തെ ദിനത്തിൽ പറയുക, ദുർഭാഷണം, അവരനെ ചവിട്ടിമെതിക്കുന്നത്, അവരനെതിരെ എല്ലാ വചനങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ബന്ധങ്ങൾ വഷളാക്കുന്നത് നീ നിർത്തണം. നീ ദൈവത്തിൻ്റെ കൃപയാ നിറഞ്ഞ് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് നീ മാറുമ്പോൾ നിന്നിൽ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും ലഭിക്കുകയും പുണ്യങ്ങളുടെ ഒരു വിളനിലമായി നീ മാറുകയും ചെയ്യും. ഈ നോൻപുകാലം അതിനായിട്ടാണ് നിന്നെ വിളിക്കുന്നത്. പുണ്യങ്ങളുടെ വിളനിലമായി നീ മാറണം. ദൈവത്തിൻ്റെ കൃപയും ചെയ്യുന്നു നിന്നിൽ നഷ്ടപ്പെടുത്താതിരിക്കുവാൻ നീ ശ്രദ്ധിക്കണം. അങ്ങനെ കൂടുതൽ ആഴമായ ദൈവസ്നേഹത്തിൻ്റെ നിറവിലേക്ക് നീ കടന്നു വരുമ്പോൾ നീ ദൈവത്തിൻ്റെ സ്വന്തമായി തീരും. അങ്ങനെ രക്ഷ നിനക്ക് സ്വന്തമാവുകയും മറ്റുള്ളവർക്ക് രക്ഷയ്ക്കിടയാക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കാനും കഴിയും. അതിന് കഴിയട്ടെ. വിശുദ്ധ കുരിശിനാൽ ആശീർവദിക്കപ്പെടുന്ന നീയും നിൻ്റെ കുടുംബവും എന്നും രക്ഷയുടെ നിറവിലേക്ക് കടന്നു വരട്ടെ. വിശുദ്ധ കുരിശിനാൽ ഞങ്ങളെ രക്ഷിച്ച കർത്താവെ, ഞങ്ങളങ്ങേ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയുന്നു.